ഹോണറിൻ്റെ ഹോണർ പവർ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ഫീച്ചേഴ്സും ഇതിൽ വരുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണർ പവർ എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഹോണർ പവറിൽ 6.78 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഫുൾ HD റെസൊല്യൂഷനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റെസൊല്യൂഷൻ വരുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ മൈക്രോ കോഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. അതായത് 4 ഭാഗത്തും ചെറിയ കർവേച്ചറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ലൊരു കാര്യമാണ്. പിന്നെ ഇതിൽ പിൽ ഷേപ്പിൽ വരുന്ന പഞ്ചോളാണ് വരുന്നത്. അതായത് ഡ്യുവൽ പഞ്ചോൾ ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് 4000 nits ആണ് വരുന്നത്. 3840 Hz PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 209 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.2 mm ആണ്. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7 Gen 3 എന്ന പ്രോസസ്സറാണ് ഈ ഫോണിൽ വരുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം 23,300 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ അല്ലെങ്കിലും ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തരക്കേടില്ലാത്ത ഒരു പ്രോസസ്സർ തന്നെയാണ് ഇത്. അപ്പോൾ തരക്കേടില്ലാത്തൊരു പ്രോസസ്സറൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 8GB റാമും 256GB ഇൻറ്റേർണലുമാണ് വരുന്നത്. 12GB റാമും 256GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും അതുപോലെ തന്നെ 12GB റാമും 512GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന വെർഷനും ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ LPDDR5 റാമാണ് ഇതിൽ വരുന്നത്. NFC സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സും എടുത്തിട്ടുണ്ട്. പിന്നെ Android 15 ബേസ് ആയിട്ടുള്ള മാജിക് OS സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ 1.95 വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. OSൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ 5 മെഗാപിക്സലിൻ്റെ 2.2 വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും ഇതിൽ വരുന്നുണ്ട്. ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ 2.45 വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പം തരക്കേടില്ലാത്തൊരു ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ ഈ ഒരു ഫോണിൻ്റെ എടുത്തു പറയേണ്ട ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ്. 8000 mAh ബാറ്ററി വരുന്നുണ്ട്. വളരെ കൂടിയ ഒരു ബാറ്ററി കപ്പാസിറ്റിനെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതെടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നെ Type-C ചാർജിങ് പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പം ബാറ്ററി സെറ്റപ്പ് മൊത്തത്തിൽ നോക്കുമ്പോൾ വളരെ മികച്ച ബാറ്ററി സെറ്റപ്പ് ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 1999 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 23,300 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അപ്പം അത്യാവശ്യം നല്ല ഫീച്ചേഴ്സൊക്കെ തന്നെയാണ്. ബാറ്ററിയാണ് എടുത്തു പറയേണ്ട കാര്യം. പിന്നെ നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും വരുന്നുണ്ട്. തരക്കേടില്ലാത്ത പ്രോസസ്സറും തരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു ഫോൺ എന്നൊക്കെ പറയാവുന്നതാണ്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പോൾ ലോഞ്ച് ചെയ്തേക്കാം. പക്ഷെ അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടിയൊക്കെ കൂടാനും ചാൻസ് ഉണ്ട്. ചിലപ്പം ഒരു 25,000 to 27,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് ഈ ഫോണിൻ്റെ ഇന്ത്യയിലെ വില എത്തിയേക്കാം. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും ഹോണറിൻ്റെ പവർ എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.